വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ഇന്ന് നാട് ഞെട്ടിയ, നടുങ്ങിയ, ഭയപ്പെടുത്തുന്ന പത്തനംതിട്ടയിലെ ആ വാർത്തയിലേക്ക് തന്നെ നമ്മൾ ആദ്യം പോകുന്നതും പത്തനംതിട്ടയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 13 വയസ്സുകാരെ സഹപാഠികൾ, അതായത് ഒന്നിച്ച് പഠിക്കുന്ന സമപ്രായക്കാരെ സഹപാഠികൾ പീഡിപ്പിച്ചു. പല സ്ഥലങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനം. സംഭവത്തിൽ ഒരു പെൺകുട്ടിയടക്കം 10 പേരെ പോലീസ് പ്രതി ചേർത്തു. പ്രായപൂർത്തിയാകാത്ത 4 പേരെ അടക്കം 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് വിട്ടയച്ചു. പെൺകുട്ടിയുടെ മൊഴികളുടെ വൈരുദ്ധ്യത്തെ തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയച്ചത്. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിനിടയിലാണ് പെൺകുട്ടി ആ വലിയ ആ ഭയപ്പെടുത്തുന്ന സത്യം വെളിപ്പെടുത്തുന്നത്. കഴിഞ്ഞ മെയ് മാസമായിരുന്നു സംഭവം. 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ 13 വയസ്സുകാരിയെ സഹപാഠികൾ ചേർന്ന് പീഡനത്തിന് ഇരയാക്കി. പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടായിരുന്നു ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. സ്കൂളിലും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയുടെ വീട്ടിലും എത്തിച്ച് സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി പോലീസ് പറഞ്ഞു. ഈ പെൺകുട്ടിയുടെ ഒരു സഹോദരി ഈ വിവരം സ്കൂളിൽ വിളിച്ച് ടീച്ചറോട് അറിയിച്ചതിന് പിന്നാലെ CWC പ്രവർത്തകരെ സ്കൂൾ അധികൃതർ ബന്ധപ്പെടുകയും CWC അധികൃതർ, ചൈൽഡ് ലൈൻ അധികൃതർ സ്കൂളിലെത്തി ഈ പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് ഈ പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടുള്ള കാര്യം പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ CWC അധികൃതർ കൂടൽ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കൂടൽ പോലീസ് 2 FIR ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ആദ്യ പീഡനം നടന്നത് ഈ സ്കൂളിലെ ശുചിമുറിയിലാണ്. പല പെൺകുട്ടിയുടെ സഹപാഠികൾ ഈ പെൺകുട്ടിയെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ ഈ പെൺകുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയും ഈ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കി. 2 സ്ഥലത്തായതുകൊണ്ട് തന്നെയാണ് കൂടൽ പോലീസ് 2 FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പെൺകുട്ടി നൽകിയ മൊഴിക്കകത്ത് ചില വൈരുദ്ധ്യങ്ങളുണ്ട്. കാരണം ഈ സംഭവം നടന്ന സ്ഥലം, സമയം, ഇവർ ഒപ്പം വന്നു എന്നൊക്കെ പറയുന്ന കാര്യത്തിനടക്കം ചില വൈരുദ്ധ്യങ്ങൾ പോലീസിന് ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൊഴികളിലെ വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കസ്റ്റഡിയിലെടുത്ത 6 പേരെയും വിട്ടയച്ചു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് പോയിരിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ ആദ്യം പറഞ്ഞിരിക്കുന്ന മൊഴിയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളെയും പോലീസ് ഗൗരവത്തിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പീഡനത്തിന് ഇരയായി അല്ലെങ്കിൽ ഇരയാക്കിയവരുടെ പേര് വിവരങ്ങൾ പറഞ്ഞതിനകത്ത് ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് 24 മണിക്കൂർ തികയുന്ന ഒരു സമയത്തിന് മുമ്പ് തന്നെ ഈ കസ്റ്റഡിയെടുത്ത 6 പേരെയും വിട്ടയച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് കൂടൽ പോലീസിന്റെ തീരുമാനം. നിലവിൽ എന്തായാലും അങ്ങേയറ്റം ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ പോലീസ് കാണുന്നത്. കാരണം സ്കൂളിൽ പഠിക്കുന്ന സഹപാഠിയെയാണ്, ഈ പറയുന്ന മറ്റ് ഒരു പെൺകുട്ടിയെയാണ് സഹപാഠികൾ ചേർന്ന് സ്കൂളിൽ വെച്ചും മറ്റൊരു വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള ഒരു പെൺകുട്ടി കൂടി ഇതിന് ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വരും ദിവസങ്ങളിൽ വളരെ വിശദമായിട്ട് അന്വേഷിക്കും. ഒപ്പം തന്നെയാണ് ഏതാണ്ട് കഴിഞ്ഞ 1.5 വർഷം മുമ്പ് പത്തനംതിട്ടയിൽ നടന്ന ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾ കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ വളരെ വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.